പേജ് നമ്പർ 13 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സീ ദി പിക്ചേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? സെക്കൻഡ് വൺ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഈച്ച് പിക്ചേഴ്സ്? If we continue, the pattern of pictures are the sequences above arithmetic sequences. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, തന്നിരിക്കുന്ന ഫിഗറിൽ ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ. അപ്പം 4 ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഓരോന്നിലും അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. അതിൽ ഓരോന്നിലും എത്ര സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദർ ഇൻ ഈച്ച് പിക്ചേഴ്സ്? ഫസ്റ്റ് ഫിഗറിൽ 2 ചെറിയ സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പം 2. സെക്കൻഡ് വണ്ണിലോ 1 2 3 4 സ്മോൾ സ്ക്വയേഴ്സ്. മൂന്നാമത്തെ പിക്ചറിൽ 1 2 3 4 5 6. നാലാമത്തെ പിക്ചറിൽ 1 2 3 4 5 6 7 8. അപ്പം ഇതിങ്ങനെ പോകുന്നൊരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് അല്ലേ? വേണമെങ്കിൽ ഡി ആയിട്ട് എടുക്കാം. ഇത് വേണം 4 - 2 എത്രയാണ്? 2 ആണ് അല്ലേ? അതുപോലെ തന്നെ 6 - 4 അതും 2 ആണ്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 2. ഇതിന് കോമൺ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഇതെന്താണ്? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് അല്ലേ? എന്തുവരും? ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് there is a common difference. It has a common difference. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നില്ല അതിൽ? സെക്കൻഡ് വൺ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? അപ്പം ഈ പിക്ചറിൽ എത്ര വലിയ സ്ക്വയർ ഉണ്ടെന്ന്. ഫസ്റ്റ് പിക്ചർ നോക്ക്, ഇവിടെ വലിയ സ്ക്വയർ ഉണ്ടോ? ഇല്ല. അപ്പം എന്താണ് പാറ്റേൺ വരിക? 0 ആണ് അല്ലേ? ഫസ്റ്റിൽ 0 വരും. സെക്കൻഡ് പിക്ചർ നോക്കുക, എത്ര വലിയ സ്ക്വയർ ഉണ്ട്? സെക്കൻഡ് പിക്ചറിൽ 1 അല്ലേ? അപ്പോൾ 0,1. തേർഡിലോ ഇങ്ങനെ എടുത്താൽ എന്ത് വരും? 1 ആൻഡ് നെക്സ്റ്റ് 1 is 2. അപ്പം 0 1 2. അടുത്ത പിക്ചറിൽ എന്ത് വരും? ഇങ്ങനെ എടുക്കാം. അപ്പം എന്ത് വരും? 1. അതുപോലെ തന്നെ ഇതെന്താണ്? 2. then next one is 3. അപ്പം ഈ പിക്ചറിൽ 3 ലാർജ് സ്ക്വയർ ഉണ്ട്. അപ്പം ഈ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നുള്ളത്? ഫസ്റ്റ് വൺ 0, സെക്കൻഡ് ഒറ്റ ലാർജ് സ്ക്വയർ ആണ്. തേർഡ് ഫിഗറിൽ 2 ലാർജ് സ്ക്വയർ ഉണ്ട്. ഫോർത്ത് ഫിഗറിൽ 3 ലാർജ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഈ സീക്വൻസ് എന്ന് പറയുന്നത് 0 1 2 3 എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കണം. എങ്ങനെയാണ് നോക്കല്? കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി അല്ലേ? 1 - 0 1. അടുത്തെന്ത് വരും? 2 - 1 1. ഇതെന്താണ്? there is an arithmetic sequence. There is an common difference. Therefore, it is an arithmetic sequence. അടുത്തതായി തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത്, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഈച്ച് പിക്ചേഴ്സ്? മൊത്തത്തിൽ ഓരോ പിക്ചറിലും എത്ര സ്ക്വയർ ഉണ്ടെന്നാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നോക്കാം. ആദ്യത്തിൽ എത്ര സ്ക്വയർ ഉണ്ട്? 2 സ്ക്വയർ അല്ലേ? 1 2. ദെൻ സെക്കൻഡ് ഫിഗറിൽ 1 2 3 4 ഒരു വലിയ സ്ക്വയറും കൂടി പരിഗണിച്ചാൽ ടോട്ടൽ എത്ര വരും? 5 സ്ക്വയർ. പിന്നെ അടുത്തതോ 1 2 3 4 5 6
7, അടുത്തത് 8. അപ്പം 8 പിക്ചർ അല്ലെങ്കിൽ 8 സ്ക്വയർ. അടുത്തതിൽ എന്ത് വരും? 11 സ്ക്വയർ. അപ്പോൾ ഈ സീക്വൻസ് ഇങ്ങനെ പോകും. 2, 5, 8, 11 എക്സെട്ര. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നോക്കേണ്ടത് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ കോമൺ ഡിഫറൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? 5 - 2 = 3. അടുത്തതോ 8 - 5 = 3. അപ്പം ഇതിനെന്തുണ്ട്? കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് ഇതെന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പം ഇറ്റ് ഹാസ് എ കോമൺ ഡിഫറൻസ് therefore it is an arithmetic sequence. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 13 തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചർ ബിലോ ദി പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദി ബോട്ടം ലൈൻ ആർ ഈക്വലി സ്പേസ്ഡ്. Show that the sequences of the height of the perpendicular on continuing this form an arithmetic sequence. ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? താഴത്തെ ലൈനിൽ നിന്നും മുകളിലത്തെ ലൈനിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഈ ചരിവിലൂടെ ഈ ലൈന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയാൽ കിട്ടുന്ന സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഈ പിക്ചർ നോക്കാം. അപ്പം ഇതിൻ്റെ ബോട്ടത്തുനിന്ന് വരച്ചിട്ടുള്ള പെർപെൻഡിക്കുലറിൻ്റെ ഈ ഡിസ്റ്റൻസ് ഇത് സെയിം ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്കിതിനെന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ഡോട്ടഡ് ഇട്ടിട്ട് വരച്ചു നോക്കാം. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണ്? എല്ലാം ഓരോ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം എത്രയാണ്? 90 ഡിഗ്രി. ഈ ആംഗിൾ 90 ഡിഗ്രി, ഈ ആംഗിൾ 90, ഇത് 90. ഇങ്ങനെയുള്ളൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് നമുക്ക് കിട്ടുന്നുള്ളത് അല്ലേ. നമുക്കിതിന് പേര് കൊടുക്കാം. PQRSTU ഇങ്ങനെ പോയിക്കോട്ടെ. ഇതാണെങ്കിൽ ABCDEF. അടുത്തത് ഇതിന് MNOPQ ഇങ്ങനെ പേര് കൊടുക്കാം. നമുക്കെന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇങ്ങനെ പോകുന്ന സീക്വൻസ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ കിട്ടുന്ന സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ഈ ആംഗിളെല്ലാം ഇവിടെ ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ AMB ഇതൊരു ട്രയാങ്കിൾ ആണ്. ഇതിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ആംഗിളും അതേപോലെ തന്നെ അടുത്ത ഈ ആംഗിളും ഈ ആംഗിളെല്ലാം സെയിം ആയിരിക്കും. കാരണം എന്താണ്? ഒരു ലൈനിനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിനൊരു ലൈന് കട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഈ ആംഗിളെല്ലാം എന്തായിരിക്കും? ഇപ്പോഴും സെയിം ആയിരിക്കും. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളെല്ലാം എന്താണ്? സെയിം ആംഗിൾസ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഏതെല്ലാം ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ AMB, അതുപോലെ തന്നെ ട്രയാങ്കിൾ BNC, ട്രയാങ്കിൾ COD. ഇതെല്ലാം എന്താണ്? ഈക്വലാറ്ററൽ അല്ല, ഈക്വൽ ട്രയാങ്കിൾ ആണ്. എന്താണ്? ഈക്വൽ ട്രയാങ്കിൾ. എന്താണ് റീസൺ? രണ്ട് ആംഗിളും ഒരു ലൈനിൽ ഉണ്ടാക്കുന്ന രണ്ട് ആംഗിളും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. അതുപോലെ തന്നെ വൺ സൈഡും 2 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറയാം. റീസൺ എന്താണ്? സിൻസ് വൺ side and 2 angles are equal. One side and 2 angles are equal.
ഓക്കെ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്റ്റൻസ്, അതായത് AM ഈക്വൽ ടു BN ഈക്വൽ ടു CO ഈക്വൽ ടു DP ഈക്വൽ ടു EQ ആയിരിക്കും. റീസൺ എന്താണ്? സിമിലർ സൈഡാണ് അല്ലേ? എന്താണ്? സിമിലർ സൈഡ്. എല്ലാത്തിൻ്റെ സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സിമിലർ സൈഡ്. ഇത് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, AP ഈക്വൽ ടു എക്സ്. ഇതിന് ഞാൻ ഈ ഡിസ്റ്റൻസ് Y ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ BQ എന്തായിരിക്കും? BQ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അതെ, ഇവിടെ നിന്ന് ഇവിടത്തേക്ക് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ അടുത്തത് Y തന്നെ കൊടുക്കുക. അപ്പോൾ എന്ത് വരും? CR ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് വൈ. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 2y എന്ന് കിട്ടും അല്ലേ? ഇനിയോ DS ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് 2y. അപ്പം എന്ത് കിട്ടി? എക്സ് പ്ലസ് 3y. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും അല്ലേ? ഈ സീക്വൻസ് എന്തായി? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അരിത്മെറ്റിക് സീക്വൻസ് ആകുമ്പോൾ കണ്ടീഷൻ എന്താണ്? നമുക്ക് കിട്ടുന്ന സീക്വൻസ് എക്സ്, എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് 2y, എക്സ് പ്ലസ് 3y എക്സെട്ര. നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എങ്ങനെയാണ്? എക്സ് പ്ലസ് വൈ മൈനസ് എക്സ്. ഇപ്പം എന്ത് കിട്ടി? വൈ കിട്ടി അല്ലേ? അടുത്തത് എക്സ് പ്ലസ് 2y മൈനസ് എക്സ് പ്ലസ് വൈ. അപ്പം എന്ത് കിട്ടും? എക്സ് പ്ലസ് 2y മൈനസ് എക്സ് മൈനസ് വൈ. ആൻസർ വൈ ആണ് അല്ലേ? ഇതെന്താണ്? ഇറ്റ് ഹാസ് എ കോമൺ ഡിഫറൻസ് therefore it is an arithmetic sequence. Okay അല്ലേ?